താഴ്മയുടെയും വിനയത്തിന്റെയും പ്രതീകമായി യേശുക്രിസ്തു ജെറുസലേമിലേക്ക് പ്രവേശിച്ചതിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ഓശാന ഞായർ ആഘോഷിച്ചു. യേശു കഴുതപ്പുറത്തേറി ജെറുസലേമിലേക്ക് വന്നതിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ കുരുത്തോലകൾ കൈകളിലേന്തി പ്രദക്ഷിണം നടത്തി. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ചാണ് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചത്. കുരിശുമരണത്തിനു മുൻപായി യേശു അവസാനമായി ജെറുസലേമിലേക്കെത്തിയതിന്റെ ഓർമ്മയാചരിക്കുന്ന ദിവസം. വിനീതമായി കഴുതയുടെ പുറത്തേറി ജെറുസലേമിലേക്ക് വന്ന യേശുവിനെ ഒലിവുമരച്ചില്ലകൾ വീശിയാണ് ജനക്കൂട്ടം എതിരേറ്റത്. അതിന്റെ ഓർമ്മയ്ക്കായാണ് ഓശാന ഞായർ ആചരിക്കുന്നത്. പീഠാനുഭവ വാരത്തിന്റെ തുടക്കമാണ് ഓശാന ഞായർ. കുരുത്തോല വെഞ്ചരിപ്പും പ്രാർത്ഥനയുമാണ് ഈ ദിവസത്തെ പ്രധാന ചടങ്ങുകൾ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. രാവിലെ പ്രത്യേക വിശുദ്ധ കുർബാന, വചന സന്ദേശം എന്നിവ നടത്തി. വലിയ ഒരു രക്ഷകനെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഇസ്രായേൽ സമൂഹം, അവർക്ക് വേണ്ടി ഒരു രാജാവ് പ്രത്യേകമായിട്ട് ഉദയം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജനക്കൂട്ടം, അവരുടെ എല്ലാ പ്രതീക്ഷകൾക്ക് വിപരീതമായി ക്രിസ്തു കടന്നു വരികയാണ്. അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു പൊളിറ്റിക്കൽ നേതാവിനെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ യുദ്ധം കൊണ്ടും വാളുകൊണ്ടുമെല്ലാം അവരെയെല്ലാം മോചിപ്പിച്ച് അവരുടെ ഇടയിൽ സമാധാനം നേടിക്കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ ഇസ്രായേൽ ജനങ്ങൾ മുഴുവനും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന യുദ്ധത്തിലും അതുപോലെ തന്നെ ക്രയവിക്രയങ്ങളിലൂടെയുമെല്ലാം അവരെ മോചിപ്പിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവരുടെ ഇടയിലേക്ക് സമാധാനപ്രിയനായ സമാധാനത്തിന്റെ ദൂതുമായിട്ട് ക്രിസ്തു കടന്നു വരികയാണ്. യേശു കടന്നു വരുന്ന വേളകളിൽ ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് കയറി വരുന്നതെന്ന് നമ്മൾ കണ്ടു. രാജാക്കന്മാരെല്ലാം തങ്ങളുടെ യുദ്ധസമയത്ത് കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയും എന്നാൽ യുദ്ധമില്ലാത്ത സമയങ്ങളിൽ കഴുതപ്പുറത്ത് സമാധാനത്തിന്റെ പ്രതീകമായിട്ട് സഞ്ചരിക്കുകയും ചെയ്യുക എന്നാണ് പറയപ്പെടുക. ഇവിടെ സമാധാനപ്രിയനായ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് തന്നെയാണ് കയറി വരുന്നത്. പ്രതീകാത്മകമായി സമാധാനത്തിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. കുരുത്തോല ആശീർവാദവും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. വാഴ്ത്തിയ കുരുത്തോലകൾ വിശ്വാസികൾക്ക് വിതരണം ചെയ്തു. ഇതോടെയാണ് വീടുകളിലേക്കുള്ള ഇവരുടെ മടക്കം. നെന്മാറ ക്രിസ്തുരാജ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. ഇനിയുള്ള ഒരാഴ്ച ക്രൈസ്തവ വിശ്വാസികൾക്ക് പ്രാർത്ഥനാ ദിനങ്ങളാണ്. അന്ത്യാത്താഴ സ്മരണ പുതുക്കുന്ന പെസഹ വ്യാഴം, കുരിശുമരണ ദിനമായ ദുഃഖവെള്ളി എന്നീ ആത്മീയ ദിനങ്ങളിലൂടെ കടന്ന് യേശുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കുന്ന ഈസ്റ്ററോടെ ഇത് പൂർത്തിയാകും. ഈസ്റ്ററോടെ 50 നോമ്പിനും സമാപനമാകും. UTV ന്യൂസ്, പാലക്കാട്.